പ്രജിൻ 2025 ISROയെ സംബന്ധിച്ച് നിർണായകമാണ്. അപ്പോൾ 2024 ഒരു വലിയ വിജയത്തോടു കൂടി നമ്മൾ പുതുവർഷത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്ന് കരുതാം. അതിൻ്റെ കൗണ്ട് ഡൗൺ തുടങ്ങിയിട്ടുണ്ട്. വലിയ ആകാംക്ഷയോടെ രാജ്യം തന്നെയല്ല, ശാസ്ത്ര ലോകം അപ്പാടെ കാത്തിരിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, 10 മണി 15 സെക്കൻഡ്, അതാണ് എക്സാക്ട് പ്രിസൈസ് ടൈം. അപ്പോഴാണ് ഇത് ലോഞ്ച് നടക്കാൻ പോകുന്നത്. ഒരു പരീക്ഷണ ദൗത്യമാണ്. കാരണം ISRO ഒരു വലിയ ലീപ്പ് ഞൊരുങ്ങുകയാണ് എന്ന് നേരത്തെ തന്നെ സോമനാഥ് വ്യക്തമാക്കിയതാണ് ISRO ചെയർമാൻ. അതായത് മറ്റു രാജ്യങ്ങളെ പോലെ അമേരിക്കയും റഷ്യയും ചൈനയും ഒക്കെ കൈവരിച്ച ടെക്നോളജി അത് ഇന്ത്യക്കും ഉണ്ട്, ഇന്ത്യ കയ്യിലും ഉണ്ട് എന്ന് തെളിയിക്കാനുള്ള അവസരമാണ്. കാരണം നമ്മുടെ മുന്നിൽ നേരത്തെ റഹീസ് പറഞ്ഞതുപോലെ ഗഗൻയാൻ ദൗത്യമുണ്ട്, ചന്ദ്രയാൻ 4 ദൗത്യം വരാൻ പോകുന്നു. ഇവിടെയൊക്കെ ടെക്നോളജി എന്താണ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് ഇന്ത്യ, അത് കാണിക്കാനുള്ള, അത് സ്വയം ഉറപ്പുവരുത്താനുള്ള കുറെ പരീക്ഷണങ്ങളിലൂടെ ISRO കടന്നു പോവുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷണം നടക്കാൻ പോകുന്നു. അതാണ് ഈ പറയുന്ന ഡോക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്. ആ ടെക്നോളജി നടക്കാൻ പോവുകയാണ്. ഇത് വിജയിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പടി കൂടി നമ്മുടെ അടുത്ത ലക്ഷ്യത്തിലേക്ക് എത്തും. ഈ പറയുന്നത് പോലെ ഒരു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഒക്കെ പറയുന്നത് പോലെ ഇന്ത്യയുടെ ഭാരത് -25 seconds. -20 seconds. -15 seconds. 15 സെക്കൻഡിലേക്ക് എത്തിയിരിക്കുന്നു. കേവലം 15 സെക്കൻഡ് കഴിഞ്ഞാൽ ലോഞ്ച് നടക്കും. PSLV ഫൈനൽ കൗണ്ട് 7 6 5 4 3 2 1 0. PSLV C60 നമ്മുടെ അഭിമാന ദൗത്യത്തിന്റെ ഭാഗമാകുന്നു. ഇതാ ഈ 2 പേടകങ്ങളെ വഹിച്ചുള്ള ഡോക്കിംഗ് പ്രോസസ്സിന്റെ ഭാഗമായ ഏറ്റവും പ്രാഥമികമായി പൂർത്തീകരിക്കേണ്ട ആദ്യ സ്റ്റെപ്പിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നത് വിജയകരമാണ്. ISRO എന്നുള്ള കമന്ററി പ്രകാരം ആദ്യത്തെ ഘട്ടം വിജയകരമായി പൂർത്തിയാക്കുന്നു. रोशन करता हुआ PSLV C60 अपने उद्दिष्ट कक्षा की ओर ट्रैकिंग सभी तंत्र सामान्य निष्पादन करते हुए നോർമൽ എന്ന മെസ്സേജ് ആണ് ആദ്യം വന്നിരിക്കുന്നത്. PSLV നമ്മളുടെ എക്കാലത്തെയും വിശ്വസിക്കാവുന്ന വാഹനം കൂടി ആയതുകൊണ്ട് നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇതിനേക്കാൾ എത്രയോ ടഫായിട്ടുള്ള ലോഞ്ചുകൾ നമ്മൾ നടത്തിയതാണ് ഇതേ വെഹിക്കിൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും കരുത്തന്മാരിലൊരാളായ PSLV C60 ആണ് ഈ തവണത്തെ ഡോക്കിംഗ് പ്രോസസ്സിനായി ഉപയോഗിക്കുന്നത്. 470 കിലോമീറ്റർ അകലെയുള്ള ഒരു ഓർബിറ്റിലേക്കാണ് ഈ യാത്ര എന്നുകൂടി അറിയുക. 470 കൃത്യമായി പറയാൻ കാരണം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഭൂമിയിൽ നിന്നും 400 കിലോമീറ്റർ അകലെ മാത്രമാണ്. 470 കിലോമീറ്റർ അകലേക്കാണ് നമ്മുടെ ഈ പ്രയാണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അവിടെ പോയിട്ട് ഡോക്കിംഗ്, എന്താണ് ഡോക്കിംഗ് എന്നുകൂടി അറിയേണ്ടതുണ്ട്. 2 പേടകങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുക, അത് സ്പേസിൽ കൂട്ടിയോജിപ്പിക്കുക എന്ന ഒരു ദൗത്യമാണ് നടക്കാൻ പോകുന്നത്. അങ്ങനെ യോജിപ്പിച്ചു കഴിഞ്ഞാൽ അത് സ്വായത്തമാക്കുന്ന, ആ ഒരു ടെക്നോളജി സ്വായത്തമാക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറുന്നു. അതിനു മുമ്പ് ആ ടെക്നോളജി കൈവരിച്ചിട്ടുള്ളത് ഒന്ന് അമേരിക്കയാണ്, മറ്റൊന്ന് റഷ്യയാണ്, മറ്റൊന്ന് നമ്മുടെ അയൽ രാജ്യമായ ചൈനയാണ്. ഈ 3 രാജ്യങ്ങൾക്കും സ്പേസ് സ്റ്റേഷനുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ ടെക്നോളജി സ്വായത്തമാക്കുമ്പോൾ നമ്മൾ ഒരു പടി കൂടി എടുക്കുന്നു. അതായത് ഇന്ത്യയുടെ ഒരു സ്പേസ് സ്റ്റേഷൻ, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്നാണ് നമ്മൾ അതിന് പേര് കൊടുത്തിരിക്കുന്നത്, ബാസ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടാകാൻ പോകുന്നു ഇന്ത്യക്ക്. അതിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ടെക്നോളജിയെ കാണാം. ഇത് കൃത്യമായി ഈ പരീക്ഷണം വിജയിക്കുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. നമുക്കൊരു ഗ്രീൻ ഫ്ലാഗ് നമ്മുടെ മുന്നിൽ തെളിയും. ഇപ്പോൾ ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഓരോ ഘട്ടങ്ങളിലായി ഈ റോക്കറ്റിന്റെ ഭാഗങ്ങൾ മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കും, പ്രൊപ്പൽഷനുകൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു 66 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സൈക്ലിക് ഒരു പ്രോസസ്സാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. ആ സമയത്താണ് ഈ ഡോക്കിംഗ് നടക്കുക. 2 പേടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ചേസറും മറ്റൊന്ന് ടാർഗറ്റുമാണ്. അതൊക്കെ ഈ ഗ്രാഫിക്സിൽ നമുക്കിത് റെപ്രസെന്റേഷൻ അല്പസമയത്ത് കാണിച്ചു തരാം. അങ്ങനെ 2 പേടകങ്ങൾ ബഹിരാകാശത്ത് വെച്ച് യോജിക്കുന്നു. അതിനുശേഷം 2 പേടകങ്ങൾക്കിടയിലും ഒരു വൈദ്യുതിയുടെ ട്രാൻസ്ഫറിംഗ് നടക്കുന്നു. അങ്ങനെ ഇതെല്ലാം സാധിക്കും എന്ന് ഇന്ത്യ തെളിയിക്കാൻ പോവുകയാണ്. വളരെ നിർണായകമായ ബഹിരാകാശ ഗവേഷണങ്ങളിൽ ഇന്ത്യയുടെ ഒരു പൊൻതൂവൽ എന്ന് പറയാൻ പോകുന്ന ഒരു പരീക്ഷണ ദൗത്യം നടക്കാൻ പോവുകയാണ്. ഡോക്കിംഗ് നടന്ന ശേഷം ഒരു ദിവസം കഴിഞ്ഞാൽ അൺഡോക്കിംഗ് നടക്കും. അതായത് ഇത് റിലീസ് ചെയ്യുക, 2 പേടകങ്ങളും റിലീസ് ചെയ്യുക. അതിനുശേഷം ഈ 2 പേടകങ്ങളിലും ഇന്ത്യയുടെയും മറ്റ് ഏജൻസികളുടെയും ഒക്കെ ചില പേലോഡുകളുണ്ട്. അവയുടെ പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങും.